അച്ഛന്റെ മോനല്ലേടാ. ആ കരയല്ലേ. ഗീതേ, ഗീതേ, ദൈവം പിടിച്ചേ. സർവത്ര മൂത്രമൊഴിച്ചു. ആ കുട്ടികൾ അച്ഛന്റെ ദേഹത്ത് മൂത്രമൊഴിക്കുന്നൊക്കെ പതിവാ. ഞാൻ പറഞ്ഞില്ല, എന്തുവാടാ ഈ സമയത്ത് മക്കളെ നോക്കാൻ നമ്മുടെ അമ്മമാരുണ്ടാകേണ്ടതാ. ഓ, അപ്പൊ അമ്മമാരില്ലാത്തവരെന്ത് ചെയ്യും? ഇല്ലാത്തവരുടെ കാര്യം പോട്ടെ, ഇത് വിളിച്ചാ വിളിയേക്കുന്ന ദൂരത്ത് ആളുണ്ടല്ലോ. അല്ല, എത്ര ദിവസം പറഞ്ഞാ തുണി ഇരുമുന്നതും വെള്ളം ചൂടാക്കുന്നതും ഒക്കെ. ഗീതേ, ദേഷ്യപ്പെടുവൊന്നും വേണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. കാശുണ്ടെങ്കിൽ അമ്മമാരുടെ സ്ഥാനത്ത് നിനക്ക് എത്ര അമ്മമാരെ വേണം? നീ നോക്കിക്കോ, ഞാൻ കാണിച്ചുതരാം. വന്നാട്ടെ. പടി പടി. കുഞ്ഞമ്മേ, ആ കാണുന്നതാ നമ്മുടെ വീട്. അപ്പൊ ഇതോ? ആ, അത് വേറെ ആൾക്കാരാ. ഹിന്ദുക്കളാ ക്രിസ്ത്യാനികളാ? വാന്ന്. കുഞ്ഞമ്മയോ? ഇതേതാ ഇവനൊരു പുതിയ കുഞ്ഞമ്മ? ഇച്ചിരി ചോറ്. കറി ഉണ്ടെങ്കിൽ ഇച്ചിരി ഒഴിക്കും. അയ്യോ, കറി കൂടിപ്പോയല്ലോ മോളെ, ഇച്ചിരി ചോറും കൂടി. കാനറ ബാങ്കിൽ നിന്ന് പോന്നേ, പിന്നെ എനിക്ക് ഒട്ടും വിശപ്പില്ല. ഇന്ത്യൻ ബാങ്കുകാർക്ക് എന്നെ വിട ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പിന്നെ പെറ്റെടുക്കണ ഒരു പെണ്ണുണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാ ഞാൻ ആ ബാങ്കിൽ നിന്ന് പോന്നത്. ഇന്ത്യൻ ബാങ്ക് മാനേജർ സദാശിവം പിള്ള സാറിന്റെ വീട്ടിലാ കുഞ്ഞമ്മ നിന്നോണ്ടിരുന്നത്. പിള്ള സാർ ആ കുഞ്ഞമ്മ നമുക്ക് ഒപ്പിച്ചു തന്നത്. ഓ, അപ്പോ ഇന്ത്യൻ ബാങ്കിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ അല്ലേ? അതെ, ഞാൻ ബാങ്കുകാരുടെ വീട്ടിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. ആ, പിന്നെ അപ്പുറത്തുള്ളവരുമായിട്ട് വലിയ അടുപ്പൊന്നും വേണ്ട, അങ്ങോട്ട് പോവുകയും വേണ്ട. ആര്? എന്റെ പട്ടി പോവാ. മോളെ ഇച്ചിരി ചോറും കൊണ്ടിട്ടെ. കൊടുക്ക് കൊടുക്ക്. ഓ, ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഓ, ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ സ്വത്ത് കേട്ടത് കിടന്ന് മോങ്ങാൻ തുടങ്ങിയാലേ വലിച്ച് ഞാനൊരു ഏറ് വെച്ചേരും. നാശം പിടിച്ചത്. ഇങ്ങനെയുണ്ട് ഒരു സന്താനം. അയ്യോ, അസത്ത് ഞാൻ കണ്ടിട്ടില്ല. കൊച്ചുവാവയാണ്, കുഞ്ഞി മോനാണ്, പൊന്നു മോനും മോനാണ്, അമ്മേരെ മോനും മോനാണ്, തങ്കക്കുട്ടി മോനാണ്. മോൾ എന്തിനപ്പോ വെള്ളം കോരണേ? പെറ്റെണീറ്റിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. കനപ്പെട്ട ജോലിയൊന്നും ചെയ്യണ്ട. സ്വന്തക്കാർക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ കുഞ്ഞമ്മേ? ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നാലും ചിലർക്ക് എന്നോട് മിണ്ടാൻ വിഷമം, കണ്ടാ നോക്കാൻ വിഷമം. ആരുമില്ലാത്തവർക്കും ജീവിക്കണ്ടേ അല്ലേ കുഞ്ഞമ്മേ? എനിക്കൊന്നും അറിഞ്ഞൂടേ. കുഞ്ഞി മോനും മോനാണേ കൊച്ചു. നീ ഉദ്ദേശിച്ച എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ വിചാരിച്ച ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ഷമിക്കാൻ പറയാനല്ലാതെ അമ്മയ്ക്ക് മറ്റൊന്നും അറിയില്ല മോളെ. ഗീതേ, ഞാൻ ഇറങ്ങാം. ചിലപ്പോ ഒന്ന് ചെയർമാനെ കാണാൻ പോകേണ്ടി വരും. എന്റെ പ്രൊമോഷൻ തടയാൻ ബാങ്കിൽ ചിലവന്മാർ ചില കളികൾ കളിക്കുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. പോയാൽ ഞാൻ വൈകിയേ വരൂ. പിന്നെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുകയല്ല. എന്താ? ആ തള്ളക്ക് ഇങ്ങനൊന്നും വാരി കോരി കൊടുത്ത് ശീലിപ്പിക്കാതെ എന്തിനൊരു പിടിപ്പ് വേണം.
എന്തൊരു കീറല കീറുക, ചീകട് കീറണ മാതിരി കീറണം ആശം. ഓ. മോളെ ആ ഈ കഥവൊന്ന് അടച്ചോട്ടെ. എന്തിനാ? കുട്ടിയോളെ കരച്ചില് രാത്രിയിൽ കേട്ട തീരെ ഉറക്കം വരില്ല, അതുകൊണ്ടാ. അടച്ചോ. കുറച്ച് ദിവസമായില്ലേ നാടൻ മരുന്നും ആവി വളരൊക്കെ ആയിട്ട്. നമുക്ക് ഡോക്ടറെ കണ്ടുപിടിച്ചാൽ. ഡോക്ടറെ കണ്ട അയാൾ 100 കൂട്ടം മരുന്ന് എഴുതി തരും. ഒരാവശ്യമില്ലെങ്കിൽ കിടക്കാൻ പറയും. അതൊക്കെ വലിയ ചെലവാ. അസുഖം വന്നാൽ ചെലവ് ചെയ്യാതെ എങ്ങനെയാ? ഇത് സാരമില്ലെന്നേ. മഞ്ഞ് കൊണ്ടാ പണ്ടേ എനിക്ക് ഉള്ളതാ ഈ അസുഖം. ജലദോഷത്തിൻ്റെയാ. വൈകുന്നേരം ആകുമ്പോൾ മാറും. രാത്രി ലോഡെടുക്കാൻ പോകണ്ട. അച്ഛനെ കാട്ടിലേക്ക് പോകുന്ന പണിയൊന്നും നിർത്ത്. അതുകൊണ്ടാണ് ഈ അസുഖം മുഴുവൻ. അസുഖം നോക്കിയിരുന്ന കാര്യങ്ങൾ നടക്കും. ഇതൊക്കെ ആരെ കാണിക്കാനാണ് നിന്റെ വിചാരം? ഏത്? പുറത്തിരുന്ന് ആവി പിടിക്കുക, എന്നിട്ട് ദേ ഇവിടെ ഈ ജനലിന്റെ ചോട്ടിലിരുന്ന് രാത്രിയിൽ എടുക്കാൻ പോകുന്ന ലോഡിനെ പറ്റി ഉറക്കെ പറയുക. ഇതൊക്കെ എന്തിനാ? ഞാൻ കേൾക്കാൻ. എന്റെ മനസ്സ് വേദനിച്ചോട്ടെ, അതാ അവിടുത്തെ ഉദ്ദേശം. പക്ഷെ എനിക്കുണ്ടല്ലോ, ഞാൻ നോക്കിയേ, ഒരു വിഷമം തോന്നി. പുറത്ത് മഞ്ഞ് വീണാ ജലദോഷം വരുന്ന ആളാണെന്നറിയാം. പിന്നെ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ട് രാത്രി ലോറി എടുത്ത് കാട്ടിലേക്ക് പോയത്? എന്നെ തോപ്പിക്കാൻ. കാണുന്നവര് പറയുമല്ലോ, ആ ശങ്കരൻ നായർ പാവം, കൃഷ്ണൻ ഉണ്ണി ദുഷ്ടൻ. പറഞ്ഞോലടി, എനിക്കതുകൊണ്ടൊരു വിഷമവും ഇല്ലെന്ന്. അല്ല, രാമമ്പാലം കിടന്ന് കഷ്ടപ്പെടുന്നതിനാ ഞാൻ പറഞ്ഞിട്ടാണോ? പറയാനുള്ളത് എന്ത് ഞാൻ മോത്തോയെ പറയും, അന്നും അത്രേ നടന്നിട്ടുള്ളൂ. പിന്നെ വാശിയാണെങ്കിൽ ഞാനും വാശിയുള്ളവനാ. അത് മാറ്റാൻ ഈ പണി കൊണ്ടൊന്നും പറ്റുകയല്ല. അസുഖമാണ്, അധ്വാനം കൂടുതലാണ്, അതെല്ലാം എന്റെ കടം തീർക്കാനാണ്. ആയിക്കോട്ടെ, ഇങ്ങോട്ടില്ലാത്ത കടപ്പാടൊന്നും എനിക്ക് അങ്ങോട്ടും ഇല്ല. എടി, നീ എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറ. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, ആ, മോന് ട്രിപ്പിൾ എടുക്കാൻ കുഞ്ഞമ്മയും കുട്ടി ആശുപത്രി പോയാൽ എന്താന്ന്. വിശക്കനുണ്ടല്ലേ? മോക്ക് വിശക്കനുണ്ടാ? എന്നോടാണോ? ആ, ഇല്ല. മുഖം കണ്ടാ തോന്നും വിശക്കനുണ്ടെന്ന്. എനിക്ക് കാലത്തെ ഭക്ഷണം ഒരു സുഖമില്ല, വല്ലാത്ത പരവശം. ഇവിടെ നല്ല മസാല ദോശ കിട്ടും. മോന് മസാല ദോശ വേണടാ. അവന് വേണമെന്ന്. കുഞ്ഞമ്മയൊന്നും മിണ്ടാതെ വന്നേ. ആ, ഗീതടുത്ത് എന്താ ഇവിടെ? മോന് ട്രിപ്പിൾ എടുക്കാൻ കൊണ്ടുവന്നതാ. ആരാ ആശുപത്രിയില്? അമ്മ കാല് തെറ്റിയൊന്ന് വീണു, ഫ്രാക്ചർ ഉണ്ട്. അയ്യോ, എന്നിട്ട് അറിഞ്ഞില്ലല്ലോ. ഏത് മുറിയില്ല? മുകളില. ഞാനും വരാം. കുഞ്ഞമ്മ മോനെ ഒന്ന് പിടിച്ചേ. വരൂ. വേണ്ട വേണ്ട, എണീക്കണ്ട. ഞാൻ മോനെ ട്രിപ്പിൾ എടുക്കാൻ വന്നപ്പോഴാ ശിവനെ കണ്ടത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, മേലാകെ വേദനയാ. കുറെ നാളത്തേക്ക് മേലണെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം. രമേത് അറിഞ്ഞ ഓടിയെത്തും. അവൾ എപ്പോഴും പറയും അമ്മയുടെ കാര്യം. അവള് വരില്ല. അവളെ ഞാൻ അത്ര വെറുപ്പിച്ചിട്ടുണ്ട്. അതൊന്നും സാരമില്ല. രമ ഇപ്പോഴും കുട്ടികളെ പോലെയാ. പറയുന്ന സമയത്തേ ഉള്ളൂ, മനസ്സിലൊന്നുമില്ല. ശിവനോട് ഒറ്റയ്ക്ക് നിന്നാൽ എങ്ങനെയാ? പോയി രമയെ വിളിച്ചോണ്ട് വാ. ഞാൻ പറഞ്ഞതാ അവനോട്, കേക്കണ്ടേ? അത് പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എടുത്തി. എന്നോട് ചോദിക്കാതെ അവൾ ഇറങ്ങിപ്പോയത്. ഇപ്പൊ ഞാൻ തിരിച്ചു വിളിക്കാൻ ചെന്നാൽ അവൾ വിചാരിക്കും അവള് ജയിച്ചു എന്ന്. അത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വരും. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തിരിച്ചു വന്നോട്ടെ, എനിക്ക് വേറെ വിരോധമൊന്നുമില്ല. എന്നോട് മിണ്ടാൻ രമയ്ക്കും വിഷമമുണ്ടോ? പേടിക്കണ്ട. ഇവിടെ ആവുമ്പോ അച്ഛനും ചേട്ടനും ഒന്നും കാണില്ല. ഏടത്തി, അച്ഛന്റെയും ചേട്ടന്റെയും സ്വഭാവത്തിന്റെ ഒരു അംശം രമയുടെ സ്വഭാവത്തിലുണ്ടല്ലേ? അതുകൊണ്ടല്ലേ ഏടത്തി ഞാൻ അങ്ങോട്ട് വരികയോ ഏടത്തിയോട് സംസാരിക്കുകയോ ചെയ്താ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ എന്ന് വെച്ചിട്ടാ. മോനെ ഒന്ന് കാണാൻ എത്ര പ്രാവശ്യം ഞാൻ ആ ജനലിൽ കൂടെ നോക്കിയിട്ടുണ്ടെന്നോ? അതല്ല ഞാൻ പറഞ്ഞത്. നീ ശിവന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? നീ വന്ന വിവരം അറിഞ്ഞപ്പോ ആദ്യം തമാശയായിരിക്കും എന്നാ കരുതിയത്. പിന്നെ തോന്നി സൗന്ദര്യപ്പണക്കാണെന്ന്. ഇപ്പൊ കുറെ നാളായില്ലേ രമേ? എന്താ നീ ഉദ്ദേശിച്ചിരിക്കുന്നത്?
അതൊന്നും ഏടത്തിക്ക് അറിയില്ല. ഇല്ല, പക്ഷെ ഒന്നറിയാം, കൂടുതൽ അബദ്ധത്തിലേക്കാണ് ഈ പോക്കെന്ന്. നിന്റെ ഇഷ്ടത്തിന് നീ തന്നെ തെരഞ്ഞെടുത്ത ആളാണ് ശിവൻ, അല്ലേ? അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളല്ലാതെ മറ്റാരും അറിയാതിരിക്കുന്നതാണ് നല്ലത്. എന്റെ സ്ഥാനത്ത് ഏടത്തിയായിരുന്നെങ്കിൽ ഇതിനു മുൻപ് അവിടുന്ന് പോന്നേനെ. ആ തള്ള അത്രയ്ക്ക് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവര് പറയുന്നൊക്കെ ശിവൻചേട്ടന് വേദവാക്യ. എന്റെ വാക്കിന് അവിടെ ഒരു വിലയില്ല. ശിവനെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയത് ആ സ്ത്രീയാണ്. അവന്റെ മേൽ നിനക്കുള്ളതിനേക്കാൾ സ്വാതന്ത്ര്യം ആ അമ്മയ്ക്കുണ്ട്. എന്നുവെച്ച് അവർ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. സ്വന്തം മകനിലുള്ള സ്വാതന്ത്ര്യം പെട്ടെന്നൊരു ദിവസം മറ്റൊരു പെൺകുട്ടിക്ക് മുമ്പിൽ നഷ്ടപ്പെടുമ്പോൾ ചില അമ്മമാർക്ക് അങ്ങനെ തോന്നും. അതൊക്കെ കണ്ടില്ലെന്ന് വെക്കുകയാണ് വേണ്ടത്. ആ അമ്മ ഇനി എത്ര കാലം ഉണ്ടാവും? നാളെ ഒന്നിച്ച് ജീവിക്കേണ്ടവർ നിങ്ങൾ മാത്രമല്ലേ? ഞാനിന്നലെ ശിവനെ കണ്ടിരുന്നു. എവിടെ വെച്ച്? ആശുപത്രിയിൽ വെച്ച്. ആ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. മറ്റൊരാളുടെ സഹായമില്ലാതെ കുറെ നാളത്തേക്കെങ്കിലും അവർക്ക് നടക്കാൻ കഴിയില്ല. എന്നെ വേദനിപ്പിച്ചതിന് ദൈവം കൊടുത്ത ശിക്ഷയാ. പക്ഷേ അത് നിന്നെ രക്ഷിക്കാനും കൂടിയാണ്. ഇതുപോലൊരവസരം നിനക്കിനി കിട്ടില്ല രമേ. ഒരു മരുമകളുടെ ആവശ്യം ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അത്ര ആവശ്യമുണ്ടെങ്കിൽ ശിവൻചേട്ടൻ വരട്ടെ എന്നെ വിളിക്കാൻ. വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീടാണ് പെൺകുട്ടികളുടെ വീട്. സ്വന്തം വീട്ടിൽ അവൾ എന്നും ഒരു ഭാരമായിരിക്കും, നീ അടക്കം. സ്നേഹമുള്ളതുകൊണ്ട് മറ്റുള്ളവരാരും അത് പറയില്ലെന്ന് മാത്രം. ആരും വിളിക്കാതെ തന്നെ നീ തിരിച്ചു ചെല്ലണം. അവർക്കൊരാപത്ത് വരുമ്പോൾ നീ മാത്രമേ ഉണ്ടാവൂന്ന് അവർ മനസ്സിലാക്കണം. നോക്ക്, നിനക്ക് നല്ലത് വരണമെന്ന് ആശ കൊണ്ടാ ഏട്ടത്തി ഇങ്ങനെ നിർബന്ധിക്കുന്നത്. രമേ, വേണ്ടെന്ന് വെക്കാൻ എളുപ്പമാണ്. പക്ഷേ കൈവിട്ടു പോകുന്നൊന്നും പിന്നീട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല.